നമസ്കാരം. അയോധ്യ കേസിൽ ഹിന്ദുക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തി രാജ്യവിരുദ്ധ പാറ്റകൾക്ക് കൂടെ പിടിക്കുന്ന ഹന്ന പീറ്റേഴ്സൺ എന്തിന് ജന്തർ മന്ദറിലെത്തി? ഈ വിദേശ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ യഥാർത്ഥ അജണ്ട എന്താണ്? ദേശവിരുദ്ധ ശക്തികളുടെയും കപട ബുദ്ധിജീവികളുടെയും താവളമായി മാറിയ ദില്ലി ജന്തർ മന്ദർ വീണ്ടും ഒരു വലിയ ഒത്തുകളിക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. രാജ്യ തലസ്ഥാനത്ത് നടന്ന CJP സമ്മേളന വേദിയിലേക്ക് പ്രതിഷേധത്തിന്റെ മറവിൽ ഒരു വിദേശ വനിത കടന്നു വരുന്നത് വലിയ ചർച്ചകൾക്കും ദുരൂഹതകൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഭാരതത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളിൽ വിദേശികൾക്ക് എന്തു കാര്യം എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമായതോടെയാണ് ഈ വരവിന് പിന്നിലെ കൃത്യമായ അജണ്ട പുറത്തു വരുന്നത്. ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയൻ എന്ന ഇടത് അനുഭവ മാധ്യമത്തിന്റെ ദക്ഷിണേന്ത്യൻ ലേഖികയായ ഹന്ന എല്ലിസ് പീറ്റേഴ്സൺ ആയിരുന്നു ആ വിദേശ വനിത. കേവലം ഒരു വാർത്താ റിപ്പോർട്ടിംഗ് എന്ന വ്യാജേന രാജ്യവിരുദ്ധരായ പാറ്റകളുടെ ഒരു കൂട്ടത്തിലേക്ക് ഹന്ന എത്തിയത് വെറുതെയല്ല. ഭാരതത്തെയും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദുക്കളെയും ആഗോളതലത്തിൽ നിരന്തരം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഹന്നയുടെ സാന്നിധ്യം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന ടൂൾ കിറ്റ് സംഘങ്ങൾക്ക് അന്താരാഷ്ട്ര മാധ്യമ പിന്തുണ ഉറപ്പിക്കാനാണ് എന്ന് വ്യക്തം. അയോധ്യ കേസിൽ ഹിന്ദുക്കളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച ഹന്നയുടെ മുൻകാല ചരിത്രവും ജന്തർ മന്ദറിലെ ഈ പുതിയ നാടകത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചനയും ഓരോ ഭാരതീയനും വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് ഹന്ന എല്ലിസ് പീറ്റേഴ്സൺ? ഭാരത വിരുദ്ധ മാധ്യമ അജണ്ടയുടെ മുഖം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രിട്ടനിലെ പ്രമുഖ പത്രമായ ദി ഗാർഡിയൻ പത്രത്തിന്റെ പ്രതിനിധിയായി ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഹന്ന എല്ലിസ് പീറ്റേഴ്സൺ. എന്നാൽ ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തക എന്ന ലേബലിന് അപ്പുറം ഭാരതത്തെയും ഇവിടെയുള്ള ഹൈന്ദവ സംസ്കാരത്തെയും ലോകത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കാൻ കരാറെടുത്ത രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇന്ത്യയിൽ നടക്കുന്ന വികസനങ്ങളെയോ നിയമങ്ങളെയോ അതിന്റെ യഥാർത്ഥ വശത്തോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് പകരം അതിനെയെല്ലാം വലിയ രീതിയിൽ വളച്ചൊടിച്ച് ഹിന്ദു ദേശീയതയുടെ ഇരകളായി ന്യൂനപക്ഷങ്ങൾ മാറുന്നു എന്ന കള്ളപ്രചാരണമാണ് ഇവർ സ്ഥിരമായി നടത്തുന്നത്. ജന്തർ മന്ദറിലെ സമരവേദിയിൽ ഇവരുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ആഭ്യന്തര ശക്തികളും അന്താരാഷ്ട്ര മാധ്യമ ലോബികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഒരിക്കൽ കൂടി പുറത്തായിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ഹിന്ദുക്കൾ കാത്തിരുന്ന നിയമ പോരാട്ടങ്ങളിലൂടെയും ചരിത്രപരമായ തെളിവുകളിലൂടെയും സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിന്യായത്തിലൂടെയും യഥാർത്ഥമായ ഒന്നാണ് അയോധ്യയിലെ ഭവ്യമായ ശ്രീരാമക്ഷേത്രം. എന്നാൽ ഈ മഹത്തായ പുനർനിർമ്മാണത്തെയും ക്ഷേത്ര സമർപ്പണ ചടങ്ങിനെയും അങ്ങേറ്റം വിദ്വേഷത്തോടെയാണ് ഹന്ന പീറ്റേഴ്സൺ തന്റെ ലേഖനങ്ങളിലൂടെ ചിത്രീകരിച്ചത്. അയോധ്യ വിഷയം പ്രതിപാദിച്ച എല്ലാ റിപ്പോർട്ടുകളിലും ഹിന്ദു സമൂഹത്തെ പ്രതിക്കൂട്ടി നിർത്താനാണ് ഹന്ന ശ്രമിച്ചത്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നത് വസ്തുക്കളുടെയും പുരാവസ്തു തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമായിട്ടും അത് ഹിന്ദു ദേശീയവാദികളുടെ രാഷ്ട്രീയ വിജയമായി മാത്രം ഇവർ ചിത്രീകരിച്ചു. ബാബറി മസ്ജിദിനു വേണ്ടിയുള്ള വക്കാലത്തും ആ സമയത്തായിരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക അസ്തിത്വം വീണ്ടെടുക്കുന്നതിനെ ബോധപൂർവം മറച്ചുവെച്ചുകൊണ്ട് തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന്റെ പ്രാധാന്യം മാത്രം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടാൻ ഹന്ന നിരന്തരം ലേഖനങ്ങൾ എഴുതി. മുസ്ലിം സമൂഹത്തെ ഭയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒന്നാണ് രാമക്ഷേത്ര നിർമ്മാണം എന്ന വ്യാജഭീതി ലോകമെമ്പാടും പരത്താൻ ഇവർ ഗാർഡിയൻ പത്രത്തെ ആയുധമാക്കി. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിക്കുന്ന തർക്ക മന്ദിരങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളെ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം തിരുത്തിയെഴുതാനുള്ള ഹൈന്ദവ സംഘടനകളുടെ നീക്കമായി അവർ മുദ്രകുത്തി. ഭാരതത്തിന്റെ പൈതൃകത്തെയും പുരാതന ചരിത്രത്തെയും അപ്പാടെ തള്ളിക്കളയുന്നതായിരുന്നു ഹന്നയുടെ ഓരോ റിപ്പോർട്ടുകളും. 2020 ജനുവരിയിൽ ഭാരത സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ചില ശക്തികൾ രംഗത്തെത്തിയിരുന്നു. ഈ സമയത്ത് പ്രതിഷേധക്കാർക്ക് ആവശ്യമായ അന്താരാഷ്ട്ര മാധ്യമ പിന്തുണ ഒരുക്കിയത് ഹന്ന പീറ്റേഴ്സൺ ആയിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് തികച്ചും തെറ്റായ വിവരങ്ങൾ നൽകി വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. ഭാരതത്തിന്റെ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ക്രൂരമായ മതപീഡനങ്ങൾ കാരണം സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്ന ഹൈന്ദവ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് അഭയവും പൗരത്വവും നൽകുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ പരമമായ ലക്ഷ്യം. ഭാരതത്തിലെ ഒരൊറ്റ പൗരന്റെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെയും പൗരത്വം ഇല്ലാതാക്കാൻ ഈ നിയമത്തിന് കഴിയില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഹന്ന അത് അംഗീകരിച്ചില്ല. പകരം നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഫലമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാതാകാൻ പോവുകയാണെന്ന വലിയൊരു കള്ളമാണ് ഇവർ ആഗോള മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ഇത് രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ഭീതിയും കലാപാന്തരീക്ഷവും നിലനിർത്താൻ കാരണമായി. 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ ആസൂത്രിതമായി വലിയ രീതിയിലുള്ള ഹിന്ദു വിരുദ്ധ കലാപം ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അഴിച്ചുവിട്ടിരുന്നു.
IB ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മ ഉൾപ്പെടെയുള്ള നിരവധി ഹിന്ദു സഹോദരങ്ങൾ ക്രൂരമായി കൊല്ലപ്പെടുകയും നൂറുകണക്കിന് വീടുകളും കടകളും കത്തിച്ചാമ്പലാക്കപ്പെടുകയും ചെയ്തു. താഹിർ ഹുസൈനെ പോലെയുള്ള ആസൂത്രകരുടെ പങ്ക് കൃത്യമായ തെളിവുകളോടെ പോലീസ് പുറത്തുകൊണ്ട് വരികയും ചെയ്തു. എന്നാൽ ഈ ഹിന്ദു വിരുദ്ധ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാമിക തീവ്രവാദികളെയും അവരെ പിന്തുണച്ച ഇടത് ബുദ്ധിജീവികളെയും കുറ്റവിമുക്തരാക്കാനാണ് ഹന്ന എല്ലിസ് പീറ്റേഴ്സൺ ശ്രമിച്ചത്. ഡൽഹിയിൽ നടന്ന ആസൂത്രിത ആക്രമത്തെ കേവലം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള തെരുവ് സംഘർഷമായി ഇവർ ലഘൂകരിച്ചു. അക്രമത്തിനിരയായ ഹിന്ദുക്കളുടെ വേദനകളെ പൂർണ്ണമായും അവഗണിച്ച ഹന്ന അക്രമകാരികളായ ഒരു വിഭാഗത്തെ ഇരകളായി ചിത്രീകരിക്കാനാണ് കൂടുതൽ താല്പര്യം കാണിച്ചത്. ഇതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് തുല്യത ഉറപ്പാക്കുന്നതിനായി സ്കൂൾ അധികൃതർ യൂണിഫോം നിർബന്ധമാക്കിയപ്പോൾ അതിനെതിരെ ചില മതമൗലികവാദ സംഘടനകൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബുർഖയും ഹിജാബും ധരിച്ച് ക്ലാസ്സിലിരിക്കണമെന്ന ഇവരുടെ ആവശ്യത്തെ കോടതികൾ പോലും തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ ഈ കർണാടക സ്കൂളിലെ യൂണിഫോം നിയന്ത്രണത്തെ ദക്ഷിണേന്ത്യയിലെ ഹിജാബ് നിരോധനമായി ചിത്രീകരിച്ച് ഭാരതത്തിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് ഹന്ന ലേഖനങ്ങൾ എഴുതി പിടിപ്പിച്ചത്. അതേസമയം ഹിന്ദുക്കളുടെ ആചാരങ്ങളോടും ഉത്സവങ്ങളോടും ഇവർ വെച്ചു പുലർത്തിയിരുന്ന ഇരട്ടത്താപ്പ് കോവിഡ് കാലത്ത് രാജ്യം കണ്ടതാണ്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിച്ചു നടന്ന കുംഭമേളയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ഹിന്ദു ഭക്തരെ കോവിഡ് സൂപ്പർ സ്പ്രെഡേഴ്സ് എന്ന് മുദ്രകുത്തി അപമാനിക്കാൻ ഹന്ന ഒട്ടും മടിച്ചില്ല. ലോകത്ത് പലയിടത്തും മറ്റ് മതസ്ഥരുടെ വലിയ സമ്മേളനങ്ങളും പെരുന്നാളുകളും നടന്നിട്ടും അതിനെയൊന്നും ചോദ്യം ചെയ്യാത്ത ഇവർ ഹിന്ദുക്കളുടെ വിശുദ്ധമായ കുംഭമേളയെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടിയുള്ള വക്കാലത്ത് ഉണ്ടായി. ഭാരതത്തിനെതിരെ നിരന്തരം തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന നിരവധി ഭീകരവാദികൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിലെ തെരുവുകളിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നുണ്ട്. ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഇത്തരം ഭീകരന്മാർ ഇല്ലാതാകുമ്പോൾ ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഇതിലും ഇന്ത്യയെ കുറ്റപ്പെടുത്താനാണ് ഹന്ന ശ്രമിച്ചത്. പാകിസ്ഥാനിൽ ഭീകരർ കൊല്ലപ്പെടുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് മറ്റു രാജ്യങ്ങളിൽ കൊലപാതകങ്ങൾ നടത്തുകയാണെന്നും ഇവർ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. പാക് സർക്കാരിനും അവിടുത്തെ ഭീകര സംഘടനകൾക്കും വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ വക്കാലത്ത് പിടിക്കുന്ന ഒരു ഏജന്റായി ഹന്ന പീറ്റേഴ്സൺ മാറുന്ന കാഴ്ചയാണ് നാം അവിടെ കണ്ടത്. ഇത്തരം ഒരു കടുത്ത ഭാരത വിരുദ്ധ ഹൈന്ദവ വിരുദ്ധ പശ്ചാത്തലമുള്ള ഹന്ന പീറ്റേഴ്സൺ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറിൽ നടന്ന CJP സമ്മേളന സ്ഥലത്തെത്തിയത് യാദൃച്ഛികമല്ല. രാജ്യത്തിന്റെ വികസന കുതിപ്പിനെ തടസ്സപ്പെടുത്താനും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും ആസൂത്രണം ചെയ്യുന്ന ചില കപട സാംസ്കാരിക നായകന്മാരും ഇടത് സംഘടനകളുമാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ. രാജ്യത്തിന്റെ നട്ടല് തകർക്കാൻ നോക്കുന്ന ഇത്തരം ആഭ്യന്തര പാറ്റകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക എന്നതായിരുന്നു ഹന്നയുടെ ലക്ഷ്യം. ഇന്ത്യൻ ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ സുരക്ഷയും തകർക്കാൻ നോക്കുന്ന ഈ ആഭ്യന്തര ബാഹ്യ ശക്തികൾ തമ്മിലുള്ള കൂട്ടുകെട്ട് ഇപ്പോൾ പൂർണ്ണമായും വെളിച്ചത്തായിരിക്കുകയാണ്. ഭാരതവിരുദ്ധ അജണ്ടകളുമായി രാജ്യ തലസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളെയും അവർക്ക് കുടപിടിക്കുന്ന ഹന്ന പീറ്റേഴ്സണിനെ പോലെയുള്ള വിദേശ മാധ്യമ ലോബികളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനെ വെറും ഒരു വാർത്തയായോ പ്രതിഷേധമായോ കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. ജന്തർ മന്ദറിലെ ഈ നാടകവേദിയിൽ ഒരു വിദേശ വനിതയ്ക്ക് എന്താണ് കാര്യം? ഭാരത വിരുദ്ധത മാത്രം ശ്വസിച്ച് ജീവിക്കുന്ന ഒരു വിദേശ മാധ്യമ പ്രവർത്തക കൃത്യമായി ഇത്തരം രാജ്യവിരുദ്ധ കോലാഹലങ്ങൾ നടക്കുന്നിടത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നത് ഒരു യാദൃച്ഛികതയല്ല. രാമജന്മഭൂമി കേസിൽ സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും ഹൈന്ദവ സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉപയോഗിച്ചവർ ശ്രമിച്ചു. കുംഭമേളയിൽ പങ്കെടുത്ത ഹൈന്ദവ വിശ്വാസികളെ കോവിഡ് സൂപ്പർ സ്പ്രെഡേഴ്സ് എന്ന് വിളിച്ചാക്ഷേപിച്ച ഇതേ ഹന്ന പീറ്റേഴ്സൺ മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയായിരുന്നു. ഹിന്ദു വിരുദ്ധ കലാപകാരികളെ വെള്ളപൂശാനും ഭാരതത്തിന്റെ നിയമങ്ങളെ ഫാസിസവുമായി ചിത്രീകരിക്കാനും ഇവർക്ക് ലഭിക്കുന്ന ഫണ്ടിംഗ് എവിടെ നിന്നാണെന്ന് രാജ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തിന്റെ വളർച്ചയിലും സനാതന ധർമ്മത്തിന്റെ പുനരുദ്ധാനത്തിനും അസ്വസ്ഥരായ അന്താരാഷ്ട്ര ഇടത് ജിഹാദി ലോബിയുടെ ഒരു ഉപകരണം മാത്രമാണ് ഹന്ന എല്ലിസ് പീറ്റേഴ്സൺ. അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് ഭാരത മണ്ണിലിരുന്ന് രാജ്യവിരുദ്ധ വിഷം ചീറ്റുന്ന ഇത്തരം പാറ്റകളെയും അവർക്ക് പിന്നിലെ അദൃശ്യ ശക്തികളെയും നിയമപരമായി തന്നെ അടിച്ചമർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗ്രേറ്റ തുൻബെർഗും ജോർജ് സോറോസും അടങ്ങിയ ലോബി ടൂൾ കിറ്റുകൾ ഇറക്കാറുണ്ട്. ഹന്നയുടെ സാന്നിധ്യം ഈ ടൂൾ കിറ്റ് ലോബിയുടെ നേരിട്ടുള്ള ഗ്രൗണ്ട് ആക്ടിവിറ്റിയാണ്. പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ ഡോക്യുമെന്ററി ഇറക്കിയ BBC-യുടെ അതേ ലൈനിലാണ് ദി ഗാർഡിയൻ പത്രവും പ്രവർത്തിക്കുന്നത്. ഭാരതത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ വിദേശ മാധ്യമങ്ങൾ ഒന്നടങ്കം ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിത്. പാകിസ്ഥാനിൽ ഭീകരർ കൊല്ലപ്പെടുമ്പോൾ അത് ഭാരതത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഹന്ന കാണിച്ച ആവേശം ഇവർക്ക് പിന്നിൽ ഭാരത വിരുദ്ധ അയൽരാജ്യങ്ങളുടെയും ISI പോലുള്ള ഏജൻസികളുടെയും പിൻബലമുണ്ടോ എന്ന സംശയം ശക്തമാക്കുന്നു. ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഇത്തരം നീക്കങ്ങളെ ശക്തമായി ചെറുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.